ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. അങ്ങനെ ദേവയാനിയോട് ആദർശ് പറയുകയാണ്, അമ്മ ദയവ് ചെയ്ത് ഇനി ഒരു കാര്യം ചെയ്യണം. ഇനി കരട് തന്ന പെൺകുട്ടി ആരാണെന്ന് ചോദിച്ച് ഞങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. സമയമാകുമ്പോൾ ഞങ്ങൾ അത് കാണിച്ചു തരാം എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, ഇനി അല്ലെങ്കിൽ ഞാൻ ശല്യം ചെയ്യാൻ വരുന്നില്ല. പിന്നെ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല നിന്റെ നയന, അത് നീ ഓർത്തോ. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വീട്ടിൽ ചെന്നില്ലേ, വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവൾ നിന്നെ കാത്തിരിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിനക്ക് അവളോട് ഭയങ്കര സ്നേഹം, അല്ലാതെ അവക്ക് ആരോടും ഒരു സ്നേഹവും ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ജയം പറഞ്ഞു, അത് തൻ്റെ തോന്നല. അവളാണ് ഈ വീട്ടിലെല്ലാവരെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മരുമകളല്ല, ഈ വീട്ടിന്റെ മകളായിട്ട് തന്നെയാ അവളെ എല്ലാവരെയും കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവളും അവളുടെ സ്വന്തമായിട്ടാ ഈ വീട്ടിലുള്ള എല്ലാവരെയും കാണുന്നത്. അത് നിങ്ങളുടെ വെറും തോന്നല. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവൾ വെറുതെ അഭിനയിക്കുന്നത് അതൊക്കെ. ഏതായാലും അതൊന്നും വിശ്വസിക്കാൻ മാത്രം പൊട്ടിയൊന്നുമല്ല ഞാൻ പ്രത്യേകിച്ചെടുത്ത് പറയുക. അവളെ കൂട്ടിക്കൊണ്ട് വന്നെന്നും പറഞ്ഞ് ഏത് നേരവും അവളുടെ കാര്യവും പറഞ്ഞ് അവളുടെ പുകഴ്ത്തലും കേട്ട് ഇരിക്കാൻ എനിക്ക് പറ്റില്ല. ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ആരും വന്നേക്കരുത്. പിന്നെ എൻ്റെ മകന്റെ കരച്ചിൽ കാണാതിരിക്കാൻ വേണ്ടിയും സങ്കടം കാണാതിരിക്കാൻ വേണ്ടിയും മാത്രം ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്, അല്ലാതെ അവളെ എടുത്ത് തലേ വെക്കാനൊന്നും അല്ല. പണ്ട് എങ്ങനെയാണോ ഞാൻ അവളെ കണ്ടത്, ഇനിയും എനിക്ക് അങ്ങനെ കാണാനേ പറ്റൂ. പിന്നെ ഇനിയിപ്പോൾ അവളെ തിരിച്ചു കൊണ്ടുവിടേണ്ടി വന്നാൽ ഞാൻ കൊണ്ടുവിടുകയും ചെയ്യും. അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എനിക്ക് അവളോട് സ്നേഹമൊന്നും ഇതുവരെ വന്നിട്ടില്ല, ഇനിയോട്ട് വരാനും പോകുന്നില്ല. അവൾ ചെയ്ത കാര്യങ്ങൾ അതൊക്കെയാണല്ലോ. എൻ്റെ സങ്കല്പത്തിനൊത്ത മരുമകളല്ല അവള്. പിന്നെ എൻ്റെ മകൻ അവളെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അല്ലാതെ അവളുടെ പുരാണവും മാഹാത്മ്യവും ഒന്നും എന്നോട് വിളമ്പേണ്ട കാര്യമില്ല എന്നൊക്കെ നമ്മുടെ ദേവയാനി പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജയം പറഞ്ഞു, ദേ കണ്ടില്ലേ, ദേവയാനിക്ക് ഇപ്പോഴും നയനയോട് ഇഷ്ടമൊന്നും വന്നിട്ടില്ല. അവൾ ഇപ്പോഴും നയനയെ സ്നേഹിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. അതിനർത്ഥം എന്താണെന്ന് അറിയാമോ മോനെ? അവൾക്ക് മനസ്സിലായിട്ടില്ല നയനയാണ് കരള് കൊടുത്തത് എന്ന്. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്തോ, ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടീനെ കണ്ടുവെച്ചോ. ഒരു പെൺകുട്ടീനെ വെക്കാനോ? അതെന്തിനാച്ചാ? അത് വേറൊന്നിനുമല്ല, കരള് കൊടുത്ത പെൺകുട്ടി ഏതാണെന്നുള്ള ചോദ്യമൊന്നും ദേവയാനി അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ കണ്ടുവെക്കുകയാണെങ്കിൽ അതിനെ അങ്ങ് ചൂണ്ടിക്കാണിക്കാലോ. അവിടെ ആ പ്രശ്നം അവസാനിക്കുമല്ലോ. അവിടെ ആ പ്രശ്നം അവസാനിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛാ. ഏതായാലും വരുന്നത് വഴിക്ക് വെച്ച് കാണാം, അല്ലാതെ എന്താ ചെയ്യുക. നയന ഈ വീട്ടിലേക്ക് വന്നല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. ഇനിയിപ്പം മുത്തശ്ശന്റെ അസുഖം കൂടെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോയ കാര്യങ്ങളൊക്കെ അയ്യപ്പസ്വാമി സാധിച്ചു തന്നതായിട്ട് നമുക്കതങ്ങ് തീരുമാനിക്കാം. സാധിച്ചു തന്നതാണെന്ന് വെക്കാം. അത് അങ്ങനെ തന്നെ ആവുമല്ലോ. അയ്യപ്പസ്വാമിയുടെ അടുത്തല്ലേ നമ്മൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകും. നയനയെ എൻ്റെ അമ്മ സ്നേഹിച്ചു തുടങ്ങുന്നത് തന്നെ അച്ഛ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഇവരുടെ ഈ ഒരു സംസാരം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന നേരെ നവ്യയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പൊ നവ്യക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി. നയനയെ കണ്ടത് നവ്യ, എടി നയനെ, നീ എന്താ ഇവിടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ വാശിയൊക്കെ അവസാനിപ്പിച്ച് ഇങ്ങ് പോന്നോ? ഞാൻ വാശി അവസാനിപ്പിച്ച് പോന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരാൾ വാശിക്ക് ഇരിക്കല്ലായിരുന്നോ? എന്നെ കൂട്ടിക്കൊണ്ട് വരില്ല എന്നും പറഞ്ഞ് അവരാ എന്നെ വന്ന് കൊണ്ടുവന്നത്. ആരാ ഇവിടെ അങ്ങനെ വാശിക്കിരിക്കാൻ മാത്രം? ആദർശേട്ടന് നിന്നോടൊരു വാശിയില്ലല്ലോ. ആദർശേട്ടനല്ല ചേച്ചി ഇവിടെ വാശിക്കിരുന്നത്, എൻ്റെ അമ്മായിയമ്മയല്ലേ. എൻ്റെ അമ്മായിയമ്മ തന്നെയാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അമ്മായിയോ? അമ്മായിയാണോ ഇങ്ങോട്ട് നയനെ കൂട്ടിക്കൊണ്ട് വന്നത്? അതെ, എൻ്റെ അമ്മായിയമ്മ തന്നെ. എന്താ ഇനിയിപ്പം അമ്മായി വല്ല സത്യങ്ങൾ പറഞ്ഞോ? കരള് കൊടുത്തത് അത് അത് നയനേച്ചിയാണെന്ന് അറിഞ്ഞോ? ഒരിക്കലും ഇല്ല, അത് ഞാനാണെന്ന് അറിഞ്ഞിട്ടില്ല. മകന്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്നത്രേ. കാണുമ്പോ സങ്കടമാണ്. മകൻ ഉറങ്ങുന്നില്ല, മകനൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ എൻ്റെ അടുത്ത് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. ഏതായാലും വീട്ടിലും എല്ലാവർക്കും അത് വലിയൊരു അതിശയമായി പോയി. പക്ഷെ എന്നോടുള്ള ആ ഒരു വൈരാഗ്യവും ദേഷ്യവും ഒന്നും കുറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാ എന്നോട് സംസാരിക്കുന്നത്. പക്ഷെ ആദർശേട്ടനോട് വൈരാഗ്യവും വാശിയൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ആദർശേട്ടന്റെ സങ്കടം സഹിക്കാനാവാതെ വന്നപ്പം എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നു. ഇനിയിപ്പം അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അമ്മയൊന്ന് വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നേനെ. പക്ഷെ അമ്മ അങ്ങോട്ടേക്ക് വന്നത് വലിയ അത്ഭുതമായിപ്പോയി. അയ്യോ, ഇത് അത്ഭുതമാണോന്നോ? ഇതിന്റെ പുറത്ത് എന്തോ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ജലജ ഇങ്ങോട്ട് വരിക. ജലജ ഇങ്ങോട്ട് വന്നിട്ട്, രണ്ടെണ്ണം കൂടെ വന്നിട്ട് ഗൂഢാലോചനകൾ തുടങ്ങിയോ? ഇനിയിപ്പം താന്നു കിടന്നവരൊക്കെ ഉയർന്നു പൊങ്ങി വരുമല്ലോ.
അതിനുള്ള ഡോസുകളാണല്ലോ കയറി വന്നിരിക്കുന്നത്. കാണാം കാണാം. എടി, നിന്റെ അമ്മായിയമ്മ ഇവിടെ കൊണ്ടുവന്നതില് ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നീ ഒന്ന് ഓർത്തോ, ചിലപ്പോഴേ നിന്റെ ജീവൻ എടുക്കാനായിരിക്കും നിന്റെ അമ്മായിയമ്മയെ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. കാരണം ഇവിടെ കൊണ്ടുവന്ന് നിനക്ക് വല്ല വിഷവും കലക്കി തരാനായിരിക്കും. അല്ലാതെ നിന്നോട് സ്നേഹത്തോടെ വിളിച്ചോണ്ട് വന്നൊന്നുമല്ല. നീ സൂക്ഷിച്ചോടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, അതെ, അതിന് എന്റെ അമ്മായിയമ്മയല്ലല്ലോ ഇവളുടെ അമ്മായിയമ്മ. അമ്മായിക്ക് ഇവളോട് ദേഷ്യമൊക്കെ ഉണ്ട്, ശരിയാ. പക്ഷെ നിങ്ങളെ പോലെയുള്ള ഒരു ക്രൂരതയുള്ള മനസ്സൊന്നും അമ്മായിക്കില്ല. ആരെയും കൊല്ലാൻ മാത്രം. നിങ്ങളല്ലേ മറ്റുള്ളവരെ കൊല്ലാനും കൊല്ലിപ്പിക്കാനും ഒക്കെ വേണ്ടി പുറകെ നടക്കുന്നത്. നിർത്തടി. ചി, നിനക്ക് നാക്കങ്ങോട്ട് കൂടിയല്ലോ. നിന്റെ അനിയത്തി വന്നതിന്റെ ആയിരിക്കും. അതെ, എന്റെ അനിയത്തി വന്നത് കൊണ്ട് തന്നെയാ. അതെ, എന്റെ അനിയത്തിനെ വിളിച്ചോണ്ട് വന്നത് അവളുടെ അമ്മായിയമ്മയാ. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഓ, ഭയങ്കര പ്രശ്നം. എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല. നോക്കിക്കോ, സൂക്ഷിച്ചോടി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കൂടി. ഇടി, നിന്നെ അധിക കാലം ഇവിടെ വെച്ചു പൊറപ്പിക്കാനൊന്നും പോകുന്നില്ല എന്റെ ഏടത്തി. നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നെ വിടൂടി. നീ എന്താ വിചാരിച്ചത്? നിനക്കിവിടെ കയറി വന്ന് സപ്രമഞ്ച കട്ടലെല്ലാം ഇരുന്ന് നിനക്ക് വിശാലമായിട്ട് ഇരുന്ന് നിനക്ക് സുഖിക്കാന്നോ? ഇടി, ഈ വീട്ടിൽ ഒന്നാമത് ജോലി ചെയ്യാൻ ആരുമില്ല. അപ്പൊ പിന്നെ ജോലി ചെയ്യണം. അതും കൊണ്ട് തന്നെയാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും ആദർശിനോടുള്ള സ്നേഹം കൊണ്ടോ അതുപോലെ തന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. അങ്ങനെ സ്നേഹിക്കാൻ മാത്രം എന്റെ ഏടത്തിനെ എനിക്കറിയാലോ. ഏടത്തി ഒന്ന് കാണാതെ ഒന്ന് ചെയ്യില്ലെന്ന് എനിക്ക് അറിയാടി എന്നിങ്ങനെ പറഞ്ഞപ്പോ, നിങ്ങളൊന്ന് നിർത്തിയിട്ടൊന്ന് ഇറങ്ങി പോകുമോ ഈ റൂമിനകത്തുനിന്ന്. അപ്പോഴത്തേക്കും അഭി കയറി വന്നപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും തുടങ്ങുവാണല്ലോ നീ. നിന്റെ അനിയത്തി വന്നതിന്റെ ആയിരിക്കും. ഓ, അമ്മയുടെ ഇത് പോരാഞ്ഞിട്ടായിരിക്കും ഇപ്പൊ മകനും കൂടെ വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഞാനും എന്റെ അനിയത്തിയും എന്ത് കാര്യവും ഏത് കാര്യവും എപ്പോ വേണമെങ്കിലും സംസാരിക്കും. അത് ഞങ്ങളാ തീരുമാനിക്കുന്നത്. ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്? ഇത് എന്റെ റൂമാ. ഇവിടെ ആര് വരണം ആര് വരണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ. ഓഹോ, ഇത് നിനക്കങ്ങോട്ട് എഴുതി തന്നെന്ന് ആരാ പറഞ്ഞത്? ഇത് എന്റെയും കൂടെ റൂമാ എന്ന് അഭി പറഞ്ഞപ്പം, നിന്റെ റൂം തന്നെയാ. പക്ഷെ ഇവിടെ അവകാശമില്ലാത്ത ചിലവര് നിപ്പുണ്ടല്ലോ, അവരോട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോവാൻ പറയാൻ പറഞ്ഞു. ആർക്കാടി അവകാശം ഇല്ലാത്തത്? എനിക്ക് ഈ റൂമിൽ നിൽക്കാനുള്ള അവകാശമുണ്ട്. എല്ലാ അവകാശവും അധികാരത്തോടും കൂടി തന്നെയാ ഞാൻ ഈ റൂമിൽ നിൽക്കുന്നത് എന്റെ മകനാ. അതിൽ യാതൊരു സംശയവും ഇല്ല എന്റെ പൊന്നമ്മായിയമ്മേ. ഈ നിൽക്കുന്നത് നിങ്ങളുടെ മകൻ തന്നെയാ. നിങ്ങളുടെ കയ്യിലിരിപ്പ് മുഴുവൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിലെ അധികാരത്തിന് അവകാശത്തെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമില്ല. കാരണം നിങ്ങൾക്ക് ഈ വീട്ടിലെ അധികാരവും അവകാശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വലിഞ്ഞു കയറി വന്നവര് ഞാനാണോ അതോ വലിഞ്ഞു കയറി വന്നത് നിങ്ങളാണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ആലോചിച്ചു നോക്ക്. എന്താടി നീ പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? നിങ്ങൾ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന അധികപ്പറ്റാണെന്ന്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാലു തുള്ളി അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ പോകാൻ തുടങ്ങി പറഞ്ഞു, അതെ, നിന്നെ അവിടെ എന്തെങ്കിലും വായ്ക്ക് രുചിയായിട്ട് വെച്ചുണ്ടാക്കി എന്റെ അനിയത്തിക്ക് ഇനി കൊടുക്കാൻ പോകുന്നത് നിങ്ങളാ. പിന്നെ നിനക്ക് തരുന്ന പോരാഞ്ഞിട്ട് നിന്റെ അനിയത്തിക്ക് കൂടെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. അതെന്താ ഉണ്ടാക്കി കൊടുത്താല്? ഇനി അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. അവളുടെ അമ്മായിയമ്മയ്ക്ക് അവക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അമ്മായി ഇപ്പം വയ്യാത്തൊരവസ്ഥയിലായിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. ആരോഗ്യം ഉണ്ടല്ലോ, നല്ല തടിയുണ്ടല്ലോ, നല്ല കൊഴുപ്പുണ്ടല്ലോ, മൂക്കറ്റം തിന്നു മുടിക്കുമല്ലോ ഇവിടെ ചുമ്മാ ഇരുന്ന്. അപ്പൊ പിന്നെ പറയുന്നത് മര്യാദയ്ക്ക് കേൾക്കാൻ നോക്ക്. ഇവക്ക് എല്ലാം ഉണ്ടാക്കി കൊടുത്തോണം. പിന്നെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതിന് മുമ്പ് അത് നിങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ കഴിക്കൂ. അത് ഇത്രയും ദിവസം അങ്ങനെ ആയിരുന്നല്ലോ ഞാന്. ഇനിയും അങ്ങോട്ടേക്ക് അങ്ങനെ തന്നെ മതി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ജലജ ദേഷ്യം വന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോവാ. അപ്പോഴത്തേക്കും അഭി അവിടെ നിൽക്കുക. അഭി പറഞ്ഞു, എടി, നീ അധികകാലം എന്തധികകാലം? ഞാനിവിടെ അധികകാലം കാണില്ലെന്നായിരിക്കും നീ പറയാൻ പോകുന്നത്. ഞാനിവിടെ അധികകാലം കാണില്ലേ, നീ ഇവിടെ അധികകാലം കാണില്ലേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നീയാ. നിന്റെ അമ്മയുടെ അതേ പകർപ്പായ നീയ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഞാനല്ല, മുത്തശ്ശൻ തന്നെ ഇവിടെ നിന്ന് അടിച്ചോടിക്കേണ്ട വരും നിന്നെ. എടി, നീ ഇവളെ കണ്ടുപഠിക്കടി. അവള് വല്ല ഡിസൈൻ ഒക്കെ വരച്ചിട്ട് അവള് വലിയ ആളായിട്ട് അവളിപ്പം മൂർത്തീസ് ജ്വല്ലറി കയറാൻ നോക്കുക. എന്നിട്ട് നിനക്ക് എന്ത് ഗുണവാടിയുള്ളത്? എനിക്ക് ഒരു ഗുണവുമില്ല. എന്റെ അനീതിക്ക് ഗുണമുണ്ടല്ലോ, ആ ഗുണം മതി എനിക്ക്. എനിക്കിപ്പം തൽക്കാലം ഡിസൈൻ വരയ്ക്കാൻ അറിയണ്ട, വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. അബി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ഇങ്ങനെ എന്നെ വാശി കയറ്റിപ്പിക്കണോ? അല്ലെങ്കിൽ മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും അഭിക്ക് അറിയാൻ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിയുടെ കള്ളത്തരവും വിളിച്ചു പറയും, ജലജയുടെ കള്ളത്തരവും വിളിച്ചു പറയും. അതുകൊണ്ട് ഇവരെ ഭീഷണിയുടെ സ്വരത്തിൽ നിർത്തിയേക്കാണല്ലോ. അതുകൊണ്ടൊന്നും ചെയ്യാനോ പറയാനോ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയി അഭിക്കും ജലജയ്ക്കും. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുക്കളയില് ദേവയാനി എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ
ആരാ ജാനകി അങ്ങോട്ടേക്ക് ചെല്ലുക. ജാനകി അങ്ങോട്ടേക്ക് ചെന്നിട്ട്, അല്ല ഏടത്തി എന്താ ഈ അടുക്കള കയറി കിടന്ന് കഷ്ടപ്പെടുന്നപ്പം ജലജയും കൂടി ഉണ്ട് കേട്ടോ. അത് ശരിയാണല്ലോ, ഏടത്തി എന്തിനാ ഈ അടുക്കള കയറി കിടന്ന് കഷ്ടപ്പെടുന്ന ഈ വയ്യാത്ത സമയത്ത്? ഏടത്തി എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് വയ്യെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല, ഞാനിപ്പോ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തന്നെയാ ഇവിടെ നിൽക്കുന്നത്. എന്റെ പണികള് എനിക്ക് ചെയ്തൂടെ? എങ്കിലും ഏടത്തി ഇത് കുറച്ച് കൂടിപ്പോയിട്ടോ. ഞാൻ വിചാരിച്ചതുണ്ടല്ലോ ഏടത്തി അവളെ കൂട്ടിക്കൊണ്ട് വന്നത് ഈ വീട്ടിലെ അടുക്കളപ്പണി ചെയ്യാനായിരിക്കുമെന്നാ. ഇതിപ്പം അവളെ കൂട്ടിക്കൊണ്ട് വന്ന് റൂമിലിരുത്തിയിട്ട് ഏടത്തി അടുക്കളപ്പണി ചെയ്യേണ്ട അവസ്ഥയാണല്ലോ. ഓ, ഇത് വേണ്ടായിരുന്നു. അവളെ വിളിച്ചോണ്ട് വന്ന് ഈ അടുക്കളപ്പണിയൊക്കെ അവളെ കൊണ്ട് ചെയ്യിച്ചൂടെ എന്നിങ്ങനെ നമ്മുടെ ജലജ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, എന്റെ സ്വഭാവത്തില് ഞാൻ ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. ആ പഴയ ദേവയാനി ആകാനേ എനിക്കിനി പറ്റില്ല. ഞാന് ആ പഴയ ദേവയാനി ആകാൻ ഇനി ശ്രമിക്കുന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ജോലികൾ ചെയ്യും. പിന്നെ ഞാനല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകള്. അങ്ങനെ ഉള്ളപ്പം ഞാൻ എന്റെ കടമകൾ ചെയ്യാതെ. അല്ല ഏടത്തിക്ക് ഇത് എന്താ പറ്റിയെന്ന് നിനക്കറിയില്ലേ ജാനകി? നമ്മളൊക്കെ ഇവിടെ വരുമ്പോ നമ്മളൊക്കെ വെച്ചു വിളമ്പി തന്നിരുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ, ജയേട്ടന്റെ അമ്മ. നീ മറന്നുപോയോ എല്ലാം? അന്ന് നമ്മളെ സഹായിക്കാനായി കൂടെ കൂടുന്നല്ലാതെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആ സമയത്ത് ജോലിക്കാരി അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അമ്മയ്ക്ക് അവശത വന്നതിന് ശേഷം അമ്മ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ ചെയ്യേണ്ടത്? ഇനി അമ്മയുടെ സ്ഥാനം ഞാൻ ഏറ്റെടുക്കാന്ന് വിചാരിച്ചു. കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ചെയ്യണം. നിങ്ങൾക്ക് രണ്ടും എന്നെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ കൂടാം. ഇത് ഒരുപാട് അംഗങ്ങളുള്ള വീടാ. ഒറ്റയ്ക്ക് അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഇത് കേട്ടത് നമ്മുടെ ജാനകിയും ജലജയും ഞെട്ടിപ്പോയിട്ടോ. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. കേട്ടെങ്കിൽ സഹായിക്കാൻ മനസ്സുള്ളവർക്ക് സഹായിക്കാം എന്ന് വെച്ച് ഞാൻ ആരെയും നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നയന വന്നിട്ട്, അയ്യോ അമ്മ എന്തിനാ അടുക്കള കയറിയത്? ഇതൊക്കെ ഞാൻ ചെയ്യൂല്ലോ. അപ്പോഴത്തേക്ക് ജലജ പറഞ്ഞു, അയ്യോ നീ ചെയ്യാതെ തമ്പുരാട്ടിയെ പോലെ പോയി മുകളിൽ ഇരുന്നല്ലേ, അതുകൊണ്ടല്ലേ ഏടത്തി ഇതൊക്കെ ചെയ്തത്. അപ്പം ദേവയാനി പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല. ഇനി നിന്നെ അടുക്കള കയറ്റി കഴിഞ്ഞാല് ആ പേരും പറഞ്ഞ് നീ വീട് വിട്ടു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാ നിന്നെ അടുക്കള കയറ്റാൻ എനിക്ക് പേടി. ഇനി അങ്ങനെ പോയാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആരാന്നോ? എന്റെ മോന. ആ വേദന കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം. ഇത് ചെയ്തെന്ന് ഓർത്തുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് വളയൊന്നും ഊരിപ്പോവില്ലല്ലോ. അല്ലെങ്കിൽ നീ വെച്ച് വിളമ്പുന്നത് കഴിക്കാനേ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. ആഹാ, അമ്മായിയമ്മേനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനാ അപ്പൊ മരുമകൾ ഇങ്ങോട്ട് വന്നതല്ലേ? അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു, അവളുടെ മനസ്സിലിരിപ്പ് അത് തന്നെയാ. കണ്ടില്ലേ അവള് നിൽക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അതിനപ്പച്ചി ഇങ്ങനെ ഓരോന്നെന്നെ കുറ്റം പറയാന് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ദേവയാനി കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നയനി വെച്ച്, അമ്മ എന്നെ വേദനിപ്പിക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എനിക്ക് നിന്നെ വേദനിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നും ആഗ്രഹമില്ല. ഇനി മുതൽ അടുക്കളയിലെ മേൽനോട്ടം ഞാനായിരിക്കും. നിനക്ക് എന്താണെന്ന് വെച്ചാ വേണ്ടത് പറ, അത് ഞാൻ നിനക്കുണ്ടാക്കി തരാം. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ സംശയമാണ്. ആ പഴയ സ്നേഹം എന്നല്ല, അമ്മയ്ക്ക് എന്നോട് സ്നേഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, അമ്മയ്ക്ക് സംശയം ഉണ്ടാകാൻ കാരണമുണ്ട്. ഞാൻ കാച്ചി വെച്ച പാല് അത് കുടിച്ചിട്ടാണല്ലോ അമ്മ ഹോസ്പിറ്റലിലായത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പോഴും ഭയമുണ്ട്, ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വിഷം കലർത്തുമെന്ന്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. അതിന്റെ പേരിൽ ഇനി ഞാനൊരു തർക്കത്തിനില്ല നയന. അല്ല, അമ്മയ്ക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ആയിട്ടില്ല. അസുഖം പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല. അല്ല, ഇന്ന് നയനെ നീയാണോ തീരുമാനിക്കുന്നത്? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഈ ഭാഗത്തേക്ക് ഒന്നും വരണ്ട. ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. അപ്പൊ നീ വന്നാ മതി. അപ്പം അല്ലെങ്കിൽ പിന്നെ നീ വന്ന് ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ഒന്ന് കഴിച്ച് സഹായിക്കുക. അപ്പം അല്ലാതെ ഈ സമയത്ത് നീ അടുക്കളയിൽ നിൽക്കണ്ട. നീ പോയി റെസ്റ്റ് എടുക്ക്. അതിന് റെസ്റ്റ് എടുക്കാനോ? എന്തിനാ ഞാൻ റെസ്റ്റ് എടുക്കണത്? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, കുഴപ്പമുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പാടുള്ളോ? വേറൊരു പണിയില്ലല്ലോ നിനക്ക്, അതുകൊണ്ടാ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞത്. അല്ലമ്മേ, ഞാൻ എന്തെങ്കിലും സഹായിക്കാമേ? എനിക്ക് നിന്റെ സഹായം വേണ്ട. അല്ല, ഈ രീതിയില മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മടങ്ങി പോവമ്മേ. എന്താ നീ പറഞ്ഞത് എന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ നോക്കി. എന്നിട്ട് പതിയെ ഒന്ന് സാവധാനപ്പെട്ടിട്ട്, മടങ്ങിപ്പോകാനാണോ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അങ്ങനെ നീ മടങ്ങി പോയിട്ട് വേണം എന്നെ സ്നേഹിക്കുന്നവരെ എന്നെ കുറ്റപ്പെടുത്താന്, അല്ലേ? അതിനുവേണ്ടി ആയിരിക്കും എന്റെ മോനിപ്പം എന്നെക്കാളും ആവശ്യം ആരെയാന്നോ? നിന്നെയാ. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായത് കൊണ്ടാണ് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. ജയേട്ടനും അച്ഛനും അമ്മയും ഒക്കെ മറ്റാരെക്കാളും നീ ഈ വീട്ടിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലായില്ല എന്ന് നടിച്ച് നടക്കാനേ എനിക്കിനി പറ്റില്ല. അതുകൊണ്ടാ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് 100 തവണ പറഞ്ഞു. ഇനി എനിക്ക് പറയാൻ വയ്യ. ഇതെനി എന്നെ
കൊണ്ട് പറയിപ്പിക്കരുത് ദയവ് ചെയ്ത്. പിന്നെ ഇവിടെ ഞാൻ വിളിച്ചോണ്ട് വന്നെന്ന് കരുതി നിന്റെ മുഖം ഒരുപാട് സമയമൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതാ പറഞ്ഞത് അടുക്കളയിൽ നിന്ന് പുറത്തു പോകാൻ. ദയവ് ചെയ്ത് അടുക്കളയിൽ നിന്ന് പുറത്തു പോ നയന എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നയനെ അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ നയനെ അവോയ്ഡ് ചെയ്യുന്ന രീതി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേവയാനി. അങ്ങനെ ദേവയാനി മനസ്സിൽ വിചാരിക്കുക, നയനെ പോയി കഴിഞ്ഞപ്പം ഇനി ഞാൻ ഒരിക്കലും നിന്നെ അടുക്കള കേറ്റില്ല. നിന്റെ ജോലിക്കാരിയായിട്ട് ഇനിയുള്ള കാലം വെച്ച് വിളമ്പി കാലം കഴിയാനാ മോളെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സങ്കടത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അനാമികേനെയാണ് കേട്ടോ. അനാമിക ഇങ്ങനെ നിന്ന് ചിന്തിക്കുക ഇനി എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജയും ജാനകിയും വന്നു. അപ്പം ജലജ പറഞ്ഞു, മന്ത്രവാദം, ഇത് ശരിക്കും മന്ത്രവാദം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു, ഞാൻ മടങ്ങി വന്ന സമയത്ത് അവൾ ഒരിക്കലും മടങ്ങി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് തന്നെയാ ജലജയും പറഞ്ഞത്. ദേ വയ്യാത്ത ഏടത്തി ഇപ്പൊ അവൾക്ക് വേണ്ടി വെച്ച് വിളമ്പാൻ അടുക്കള കയറി. ഈ വല്യമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത്? അറിയത്തില്ല മോളെ എന്താ സംഭവിച്ചതൊന്നും. അല്ല ഇനിയിപ്പൊ ചേച്ചി അനിയത്തിയും കൂടി മാറിയും തിരിഞ്ഞു എന്നെ ശല്യം ചെയ്യും. അതുറപ്പല്ലേ മോളെ, നിന്നെ ശല്യം ചെയ്യും. ഏട്ടത്തി ചെന്ന് വിളിച്ചപ്പോ ഗോവിന്ദനും കനകയും കൂടി സന്തോഷത്തോടു കൂടിയായിരിക്കും അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ദേ അമ്മേ, അവൾമാരെന്തെങ്കിലും എന്നെ പറഞ്ഞാ പിന്നെ ഞാൻ ഇവിടെ കാണത്തില്ല. എന്റെ മോളെ, അത് അവൾമാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ അവൾമാര് മോളെ ഓരോന്ന് പറഞ്ഞു ചൊടിപ്പിക്കുന്നത്. അത് മോള് മനസ്സിലാക്കണം. നന്ദുവിനെ കൊല്ലാൻ നോക്കിയത് മോളുടെ അച്ഛൻ അയച്ച ആൾക്കാരാണെന്ന് പരക്കെ സംസാരമുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ മോളെ എന്നിങ്ങനെ ജലജ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനാമിക പറഞ്ഞു, ഹേയ് ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അല്ല ഇനിയിപ്പൊ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അതോടുകൂടി അവളെ കൊണ്ടുള്ള ശല്യം ചെയ്യൂലോ. എന്റെ പൊന്നോ, ഏത് ഗ്രഹണ സമയത്താണോ അനിയെ കല്യാണം കഴിക്കാൻ തോന്നിയതെന്ന് എനിക്കറിയില്ല. അയ്യോ മോളെ അങ്ങനെയൊന്നും പറയല്ല. നീ എന്റെ മരുമകളല്ല, സ്വന്തം മകളാ. അതുകൊണ്ടൊന്നും കാര്യമില്ല ജാനകി. ഇവിടെ രണ്ടെണ്ണം തലങ്ങും വിലങ്ങും നിന്ന് ശല്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെ മോൾക്ക് ഇവിടുന്ന് പോകേണ്ടി വരില്ലേ? അങ്ങനെയല്ലേ കാര്യങ്ങളുടെ ഒരു നടപ്പ്. അല്ല ഏടത്തി നല്ല മനസ്സോടുകൂടിയൊന്നും അല്ല ജലജ അവളെ വിളിച്ചുകൊണ്ട് വന്നത്. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ആദർശിന്റെ കരച്ചില്. അതിലുപരി വേറൊരു കാര്യം കൂടിയുണ്ട്. അച്ഛന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവള് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ അസുഖം മാറുന്നറിയാം. അതുപോലെ തന്നെ അച്ഛൻ ഒരുപാട് വിഷമങ്ങള് ഏടത്തിയോട് പറഞ്ഞു നയനെ കൊണ്ടുവരണം എന്നൊക്കെ. അതാണ് കാരണം. അത് തന്നെ അച്ഛൻ എല്ലാത്തിനും കാരണം. അവളെ തലയിൽ കയറ്റി വെച്ചത് അച്ഛൻ തന്നെയാ. ഇതെല്ലാം കൂടെ അനുഭവിക്കേണ്ട അവസ്ഥയാണല്ലോ. ഈ വീട്ടിലേക്ക് അവൾ വന്ന നാള് മുതല് ആദർശിന് അവളോട് വെറുപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്ന് അവളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കുറെ ഉപദേശങ്ങളായിട്ട് നടന്നത് അച്ഛനും അമ്മയും. എന്നിട്ട് ലാസ്റ്റ് അവൻ അവളെ സ്നേഹിച്ചും തുടങ്ങി. അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു, ഏതായാലും എന്റെ കാര്യം പരങ്ങലിലായി. മിക്കവാറും അനി അവളോട് പറഞ്ഞു കാണും, എന്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ഏടത്തി വരണമെന്ന്. അവന് നന്നായിട്ട് അറിയാം അവന്റെ ഏടത്തി വന്നാൽ ഞാൻ പോകുന്നു. ദേ നീ അവിടെയാ നിന്റെ കരുത്ത് കാണിക്കേണ്ടത്. അവന്റെ മനസ്സ് നീ മാറ്റിയെടുക്കണം, അനിയുടെ മനസ്സ്. എന്റെ പൊന്നു ജാനകി, നിനക്ക് നിന്റെ മോനെ അറിയാലോ. ആദർശ് പറയുന്നതിന്റെ അപ്പുറം അവൻ ഒന്നും ചെയ്യത്തില്ല. അതങ്ങനെ അവൻ അനുസരിക്കത്തുള്ളൂ. പിന്നെ ഈ കാര്യത്തിൽ നിന്റെ ഭർത്താവ് പോലും നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തില്ല. അച്ഛൻ മകനെ ഉപദേശിച്ചാലല്ലേ അവൻ നന്നാകത്തുള്ളൂ. ജലജ നീ പറഞ്ഞത് ശരിയാ. എങ്ങനെ നോക്കിയാലും ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല മോളെ. പക്ഷെ എന്റെ വീട്ടിൽ ചെന്നാലേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടി പോകുന്നത്. ഇതിപ്പോ വല്ലാത്ത കഷ്ടമായി പോയി മോനെ. ഇനി അങ്ങനെ പോവല്ലേ, നിനക്കൊപ്പം ഞാനുണ്ട്. നിന്നെ ഇവിടെ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കാൻ നോക്കിയാലേ ഈ വീടിനകത്ത് കൊലപാതകം നടക്കും. നയനെ എന്ന് പറയുന്നവളെ കൊന്നിട്ട് ഞാൻ ചാകും. മോള് ധൈര്യമായിട്ടിരുന്നോ, ഒന്നുകൊണ്ടും മോള് പേടിക്കണ്ട. മോക്ക് എല്ലാത്തിനും കൂട്ടായിട്ട് മോളുടെ അമ്മായിയമ്മയല്ല ഈ നിൽക്കുന്ന അമ്മയുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോയി. അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു, എന്റെ പൊന്നുമോളെ നിനക്കറിയാലോ എന്റെ മരുമകളെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. ഇനി അവളുടെ അനിയത്തിനെ ഒഴിവാക്കാൻ ഒരു അവസരം വന്നിട്ടുണ്ടല്ലോ, ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കും. അതെ, ഏടത്തി മുമ്പ് പറഞ്ഞ പോലെ ഈ വീട്ടിൽ ഒറ്റ മരുമകളെ വന്നിട്ടുള്ളൂ. അതെ എന്റെ അനാമിക മോളാ, അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോയി കേട്ടോ. ജലജ ഇങ്ങനെ നമ്മുടെ അനാമികനെ ഇങ്ങനെ ചൊടിപ്പിക്കാൻ വേണ്ടിയാട്ടോ ഓരോന്ന് പറയുന്നത്. ഏതായാലും അനാമിക ഇത് കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യണം, ഇനിയിപ്പോ എന്താണ് ഒരു വഴി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക.